പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം ധ്രുവീകരണത്തിലേക്ക് പോയി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഒരു പ്രധാന ഘടകമായിരുന്നു. നമുക്കറിയാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിന് ഒരു പ്രത്യേക പ്രസക്തിയുണ്ട്. മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നത്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഇത്തരം മേഖലകളിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിന് വലിയൊരു സ്വാധീനമുണ്ട്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ പഴയ കാലം മുതലേ തന്നെ വലിയൊരു സംഖ്യയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ കടന്നു കയറിയിട്ടുണ്ട്. അത് 1971 ബംഗ്ലാദേശിൻ്റെ വിമോചനമുണ്ടാവുകയും പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ ബംഗാൾ മാറിയപ്പോൾ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് അന്ന് പശ്ചിമ ബംഗാളിലേക്ക് വന്നത്. പശ്ചിമ ബംഗാളിൽ നിന്ന് അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയെങ്കിലും, ആസാം പോലത്തെ സംസ്ഥാനങ്ങളിലേക്ക് പോയെങ്കിലും കൂടുതലും പശ്ചിമ ബംഗാളിലും മറ്റുമാണ് അവർ നിലനിന്നത്. ഇപ്പോഴും അഭയാർത്ഥിയുടെ പ്രവാഹം മറ്റൊരർത്ഥത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റമായി ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കേന്ദ്ര ഗവൺമെൻറ് ശക്തിയായി തന്നെ അവതരിപ്പിക്കുകയും അതിപ്പോൾ തിരഞ്ഞെടുപ്പിന് സമയത്ത് ആൾക്കാർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അത് പശ്ചിമ ബംഗാളിൽ അത് സ്വാധീനിക്കപ്പെടും. മാത്രമല്ല, സന്ദേശ് ഖാലിയിലെ പ്രശ്നവും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തെ ധ്രുവീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൽ ഒരു വലിയൊരു ഭാഗം മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനോട് അനുകൂലമായ ഒരു രാഷ്ട്രീയം പ്രകടിപ്പിക്കാതെ മമതാ ബാനർജിക്ക് കൂടെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസും CPM-ഉം തമ്മിൽ മറ്റൊരു സഖ്യമുണ്ടാക്കിയെങ്കിലും വലിയൊരു ഭാഗം മുസ്ലിം ജനസംഖ്യയുള്ള ഈ സംസ്ഥാനത്ത് മമതയുമായി കൂടിച്ചേർന്ന് നിൽക്കാനാണ് അവിടുത്തെ രാഷ്ട്രീയത്തിലെ സാധ്യത കാണുന്നത്. മറുവശത്ത് ഹിന്ദു ധ്രുവീകരണവും BJPക്ക് അനുകൂലമായി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്ലിയറായിട്ട് രണ്ട് ഡിവിഷനായിട്ട് മുസ്ലിം പോളറൈസേഷനും ഹിന്ദു പോളറൈസേഷനും എന്നുള്ള രണ്ട് പ്രധാന തരത്തിലുള്ള ധ്രുവീകരണത്തിന് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഒരു പ്രധാന ഘടകമായി മാറി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിലെ പാസ്പോർട്ടുകൾ ഇഷ്യൂ ചെയ്യാനും സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം ലഭിക്കുകയും അത് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് അഭയാർത്ഥികൾ കൂടുതൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് അത് എങ്ങനെ ആ നാട്ടിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നു, ഗവൺമെൻറ്റിനെ മാത്രമല്ല അവിടുത്തെ ജനങ്ങളെയും സമ്പദ് വ്യവസ്ഥയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളതും പ്രസക്തമാണ്. ബംഗ്ലാദേശുമായി വെസ്റ്റ് ബംഗാൾ ഇന്ത്യക്ക് പലപ്പോഴും അതിർത്തി പങ്കിടുന്നത് ചില മേഖലകളിൽ എത്ര പെട്രോൾ ചെയ്താലും വിജയിക്കാൻ പറ്റാത്ത മേഖലകളുണ്ട്. കാരണം ചതുപ്പ് സ്ഥലങ്ങളുണ്ട്, നദികളുണ്ട്, ചെറിയ കനാലുകളുണ്ട്, പിന്നെ ദീർഘദൂരത്തിൽ അതിർത്തികളും ഉണ്ട്, കരഭൂമിയുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ശക്തമായി കാവൽ നിൽക്കാനോ നിയന്ത്രിക്കാനോ കഴിയാതിരിക്കുന്നത് കൊണ്ട് ഇപ്പോഴും അഭയാർത്ഥി പ്രവാഹമുണ്ട്. ഈ അഭയാർത്ഥി പ്രവാഹം കൊണ്ട് അവിടുത്തെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പ്രശ്നമുണ്ട്. നമുക്കറിയാം, ബംഗാളി മൈഗ്രേഷൻ നമ്മുടെ നാട്ടിൽ പോലും ആൾക്കാർ വരുന്നുണ്ട്. അവരെല്ലാം പശ്ചിമ ബംഗാളിൽ നിന്നായിരിക്കും അവർ പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും കുറച്ച് പേർ ബംഗ്ലാദേശിൽ നിന്നുള്ളവരെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ഇത് അവിടുത്തെ ധ്രുവീകരണത്തിന് കാരണമാക്കി. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഏറ്റവും കൂടുതൽ ഈ രാഷ്ട്രീയത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലും ആസാമിലും മറ്റു ചില വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ്. ചുരുക്കത്തിൽ ഇക്കാര്യത്തിൽ മമത എടുത്ത CAA-ക്ക് വിരുദ്ധമായെടുത്തൊരു തീരുമാനം ഒരു വലിയ വിഭാഗം മുസ്ലിം ജനസംഖ്യയുടെ സഹതാപം അല്ലെങ്കിൽ പിന്തുണ TMCക്ക് കിട്ടാനുള്ള സാഹചര്യമുണ്ടാക്കി. മറിച്ച് ഹിന്ദു പോളറൈസേഷനും BJPക്ക് അനുകൂലമായി വരാനും മറുവശത്തുണ്ടാക്കി. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഡിവിഷനാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, നല്ലൊരു പോളിംഗ് ശതമാനം പശ്ചിമ ബംഗാളിൽ വർദ്ധിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ട്രെൻഡ് കൂടുതലായി ധ്രുവീകരണത്തിൻ്റെ പ്രവണത ശക്തമാണ് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണയിൽ നിന്ന് ചെറിയ വ്യത്യാസത്തിൽ ആയിരിക്കും ഈ രണ്ട് പാർട്ടികളും അവിടുത്തെ മൊത്തത്തിലുള്ള 42 സീറ്റുകൾ പങ്കിടാൻ പോകുന്നത്.